മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ആരോണാക്കി. വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ മങ്കീസ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒമാനിലെ മുസാണ്ടം എന്നുള്ള ഐലൻഡിലേക്കാണ്. സമയം രാവിലെ ഏകദേശം 7:30 ആയിരിക്കുകയാണ്. ബസ് വരാമെന്ന് പറഞ്ഞ ടൈം ഏകദേശം കഴിയാറായി. ഇതാണ് ഷാർജയിലുള്ള സൗദി പള്ളി. ഇവിടുത്തെ പള്ളികളെല്ലാം തന്നെ കാണാൻ വളരെ മനോഹരമാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പല പ്രോപ്പർട്ടികളും ഇങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദൂരെ നിന്ന് കാണാൻ ഏകദേശം താജ്മഹലിൻ്റെ 2 ഇരട്ടിയോളം വരും. ഷാർജയിൽ നിന്ന് മുസാണ്ടം എന്ന ഐലൻഡിലേക്ക് ഏകദേശം 2.5 മണിക്കൂറിന് മുകളിൽ യാത്ര ചെയ്യാനുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ 70-80 ആ ഒരു സ്പീഡല്ല. ഇവിടെ ബസ്സുകൾക്കെല്ലാം 120 സ്പീഡ്. പോകുന്ന വഴിയിലെല്ലാം മനോഹരമായ ലാൻഡ്സ്കേപ്പുകളാണ്. എവിടെ നോക്കിയാലും മനോഹരമായ ഫ്രെയിമുകൾ, കണ്ണെടുക്കാനേ തോന്നുന്നില്ല. ബസ്സിൽ കുറേ അധികം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അവരുടെ പ്രൈവസിയെ മാനിച്ച് അകത്തുള്ള വിഷ്വൽ ഞാൻ കാണിക്കുന്നില്ല. ഈ ഒരു സ്ഥലം കാണാൻ ഏകദേശം KGFലെ സ്ഥലങ്ങളുടെ പോലെ തന്നെ ഇരിപ്പുണ്ട്. ഫെബ്രുവരി ആയതോടു കൂടിയിട്ട് നല്ല തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം -2 ഡിഗ്രി സെൽഷ്യസൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ഇവരുടെ നഗര ആസൂത്രണം വളരെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുകയാണ്. ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ട ഗൾഫ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ മനസ്സിൽ. ഇവിടെ വന്നതിന് ശേഷം കാഴ്ചകൾ കുറേ മാറിത്തുടങ്ങി. ഇവിടെ ഇപ്പോൾ കുറേയൊക്കെ സ്ഥലങ്ങളിൽ പച്ചപ്പ് വന്നു തുടങ്ങിയിരിക്കുകയാണ്. UAE മറ്റു രാജ്യങ്ങളെക്കാളും ഇപ്പോഴും ടൂറിസം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഒമാൻ ബോർഡർ കഴിഞ്ഞ് വേണം നമ്മൾ മുസാണ്ടത്തേക്ക് എത്തിച്ചേരാൻ. നമ്മളുടെ കയ്യിൽ ഒറിജിനൽ പാസ്പോർട്ടും നമ്മുടെ UAE ID-യും നിർബന്ധമായും വേണം. ഇല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയുടെ കോപ്പിയാണെങ്കിലും കുഴപ്പമില്ല. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ബസ്സിൽ എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. ചെക്കിംഗ് സമയത്ത് ഫോൺ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ചെക്ക് ചെയ്യുന്ന ആൾ ബസ്സിലേക്ക് കയറി എല്ലായിടത്തും പാസ്പോർട്ടും അവരുടെ UAE ID-യും ചോദിക്കും. അപ്പോൾ കൃത്യമായി കാണിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ UAE കഴിയാറായിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒമാനാണ്. അങ്ങനെ നമ്മൾ മുസാണ്ടം ബോട്ട് ജെട്ടിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് നേരം കാത്തിരിക്കേണ്ടതുണ്ട്. ഇത് എൻ്റെ നൻപൻ വിക്കി. ഇവനാണ് നല്ല തമിഴ് പാട്ട് മലയാളത്തിലാക്കി കുളവാക്കുന്ന സിംഗറും മ്യൂസിക് ഡയറക്ടറും. സമയം ഏകദേശം 11:30 ആയിരിക്കുന്നു. എന്നിരുന്നാലും നല്ല വെയിലുണ്ട്. തണുപ്പുള്ള കാരണം വലുതായി അറിയാനില്ല. ഇവിടം ഒരു ചെറിയ ഫിഷിംഗ് ഹാർബറും ബോട്ട് ജെട്ടിയുമാണ്. ഇവിടെ നമ്മൾ കുറച്ച് നേരം കാത്തിരിക്കേണ്ടതുണ്ട്. നല്ല തെളിഞ്ഞ കടൽ, കടലിൻ്റെ അടിത്തട്ട് വരെ കാണാൻ സാധിക്കും നമുക്ക്. ഈ ഒരു ചെറിയൊരു ബോട്ടിൽ കയറി കുറച്ച് സഞ്ചരിച്ച് വേണം നമുക്ക് വലിയ ബോട്ടിലേക്ക് കയറാൻ. ഈ ഒരു പോർട്ട് വികസനത്തിൻ്റെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ ധാരാളം നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെങ്ങും കണ്ടുപരിചയമില്ലാത്ത കുറേ ഏറെക്കാലം പഴക്കമുള്ള ഡിസൈനുള്ള നിരവധി ബോട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കും. അത്ഭുതമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അന്യം നിന്ന് പോയ ഉരു എന്ന് പറയുന്ന ബോട്ടുകളും ഇവിടെ പലയിടത്തും കാണാൻ സാധിക്കും. നമ്മളിതാ നമ്മുടെ വലിയ ബോട്ടിലേക്ക് എത്താനുള്ള സമയമായിരിക്കുകയാണ്. ആ കാണുന്നതാണ് നമ്മുടെ വലിയ ബോട്ട്.
ഈ കണ്ണാടി വെച്ചിരിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ. പുള്ളി മലയാളിയാണ്, കോട്ടയംകാരാണ്. പേര് ഞാൻ മറന്നുപോയി. ചേട്ടൻ എന്തെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നു. പുറകിൽ 2 വള്ളങ്ങൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു മനുഷ്യനിരിപ്പുണ്ട്. കടലിലൂടെ ഏകദേശം 40 കിലോമീറ്റർ അടുത്ത് പോകാനുണ്ട്, ഏകദേശം 1 മണിക്കൂറും. പണ്ട് ഇതേപോലെ ഒരു വട്ടം കടലിൽ പോയപ്പോൾ ഞാൻ നന്നായിട്ട് ഛർദ്ദിച്ച് ആ ഒരു ദിവസം പോയത് എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. ഇതാണ് കപ്പലിൻ്റെ എൻജിൻ. കടലിലേക്ക് കയറി തുടങ്ങിയപ്പോൾ കപ്പലിന് ആട്ടം കൂടി തുടങ്ങിയിരിക്കുകയാണ്. 2ാമത്തെ നിലയിൽ ഒരു വിധത്തിൽ കാലിലൂക്കിയതിരുന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി. വലിയ സേഫ്റ്റി ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി താഴെ പോയാൽ തന്നെ പുറകിൽ വരുന്ന ബോട്ട് നമ്മളെ രക്ഷിച്ചോളും. അങ്ങനെ കരുതി സമാധാനിച്ച് യാത്ര തുടർന്നു. മുകളിലും താഴെയുമായിട്ട് 2 നിലകളാണ് ഈ ഒരു കപ്പലിനുള്ളത്. കപ്പലോ ബോട്ടോ എന്താണ് ഇതിന് പറയുന്നത് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇതിനെ എൻ്റെ ജീവിതത്തിലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കടൽ യാത്രയുടെ കൂട്ടത്തിൽ ഈ ഒരു വീഡിയോ സൂക്ഷിച്ചു വെക്കും. ഏകദേശം നമ്മൾ എത്താറായിരിക്കുകയാണ്. വീഡിയോയിൽ കാണുന്നതിനേക്കാട്ടിൽ കൂടുതൽ ഈ ഒരു ഐലൻഡ് മനോഹരമാണ്. ചുറ്റും വലിയ വലിയ മലനിരകൾ, ഇതെല്ലാം ചുണ്ണാമ്പ് പാറകളാണ്. ഇതിൻ്റെ 2ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് ചാടണം എന്ന് അതിയായ മോഹം തോന്നി. ബോട്ടിൽ നിരവധി ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. വിക്കി മച്ചൻ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഇതാണ് കപ്പലിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ. മനോഹരമല്ലേ? ഒരു 10 മിനിറ്റ് കണ്ണടച്ചങ്ങനെ കിടന്നു. കപ്പലിങ്ങനെ ആടുന്നൊരു വിഷ്വൽ അങ്ങനെ തന്നെ മനസ്സിൽ വല്ലാത്തൊരു ഫീൽ. ഇവിടെ ചില സമയങ്ങളിൽ ഡോൾഫിനെ കാണാൻ സാധിക്കുമെന്ന് ഗൈഡായിട്ടുണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഡോൾഫിനെ ഒന്നും കാണാൻ സാധിച്ചില്ല. താഴെ എല്ലാവരും ഓരോ റൈഡിന് പോകാനുള്ള തിരക്കിലാണ്. കയാക്കിങ്ങും സ്കൂബയും അടക്കം ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ താഴെ നടക്കുന്നുണ്ട്. ഈ ബോട്ടിൽ തന്നെ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ ബനാന റൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. 2ാമത്തെ നിലയിലാണ് ക്യാപ്റ്റൻ ഇരുന്നിരുന്നത്. ഇതാണ് ക്യാപ്റ്റൻ്റെ സീറ്റ്. കുറേ കാലമായിട്ട് വിചാരിക്കുന്നു ഇവിടെ ഇരുന്ന് ഈ വീലൊന്ന് കറക്കി നോക്കണമെന്ന്. ചുമ്മാ ഒരു ആഗ്രഹത്തിന് അങ്ങനെ കയറിയിരുന്നു. മനോഹരമായൊരു വ്യൂ ആണ് ഇവിടെ നിന്ന്. എവിടെ പോയാലും ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന പുള്ളിയാണ് ഷിയാബ്. എനിക്ക് ഏകദേശം ഒരു 6-7 വർഷമായി അറിയാം. എൻ്റെ പഴയ ഓഫീസ് കൊളീഗാണ്. ഇപ്പോഴും ഇവിടെ സെയിം ഓഫീസ്. പണ്ട് ഞങ്ങൾ യൂട്യൂബ് അടക്കി വരിച്ചൊരു കാലമുണ്ടായിരുന്നു. അതോർത്തിട്ട് വീണ്ടും താഴേക്ക് നടന്നു. എല്ലാവരും വെള്ളത്തിൽ ചാടാനുള്ള തയ്യാറെടുപ്പിലാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കുറച്ച് സേഫായിട്ട് ചാടുന്നതാണ് കുറച്ച് നല്ലത്. കാരണം നല്ല ഡെപ്തുണ്ട് ഇവിടെ. അതേ ഒരാളിങ്ങനെ വെള്ളത്തിൽ നീന്തി നടക്കുന്നു. ഇതും നമ്മുടെ കോഡുള്ളതാണ്. ആടെ പേരറിയാവുന്നവർ ദയവായി കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ പറഞ്ഞ ഫിലിപ്പീനി സുന്ദരിമാർ. ബോട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരെ കാണാൻ സാധിക്കും. എല്ലാവരും വളരെ നല്ല കമ്പനിയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഞങ്ങളുടെ റൈഡാണ്. എന്നാൽ ഈ റൈഡിനൊന്ന് പോയിട്ട് വരാം. രാവിലെ ഗോപ്രോയൊക്കെ കുത്തിയിട്ട് ഇവിടെ വന്നപ്പോൾ ഗോപ്രോ ഓണാവുന്നില്ല. കുറേ കാലമായി അത് ഉപയോഗിക്കാത്തത് കൊണ്ട് ബാറ്ററി പൂർണ്ണമായിട്ടും നശിച്ചു പോയിരിക്കാം. അപ്പം നമ്മൾ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഈ ബോട്ടിലുള്ള ആൾക്കാരെ കൊടുത്തിട്ട് വിഷ്വലെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം.
അങ്ങനെ നമ്മുടെ ബനാന റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. സത്യത്തിൽ ഇത് പറക്കുകയാണ്, നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ല സ്പീഡിൽ പോകുന്ന ഒരു സ്പീഡ് ബോട്ടിൻ്റെ പുറകിൽ ഇതിനെ കെട്ടിവലിക്കുകയാണ്. എന്തായാലും ഇതിന് ഉള്ളിലിരുന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. ഫോൺ വെള്ളത്തിൽ വീഴും എന്നുള്ളത് കൊണ്ട് തന്നെ ഫോൺ എടുത്തില്ല. വന്ന സമയത്ത് ഈ കപ്പലിന് മുകളിൽ നിന്ന് ഞാൻ ഈ വെള്ളത്തിലേക്ക് ചാടിയിരുന്നു. വെള്ളത്തിന് നല്ല തണുപ്പാണ്. ചുറ്റും ചുണ്ണാമ്പ് പാറകൾ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. പിന്നെ നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ തണുത്ത് വിറച്ച് ഇരിക്കുന്നൊരവസ്ഥയാണ്. വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് അവിടെ ഒരു ബീച്ചുണ്ട്. സനത്ത് ബീച്ച് എന്നാണ് അതിൻ്റെ പേര്. അവിടെ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ബീച്ചൊക്കെ കറങ്ങി വരാം. വളരെ കുട്ടിയൊരു ബീച്ചാണ്. നിരവധി ഫോറിനേഴ്സൊക്കെ വന്ന് അവിടെ വെയിൽ കായം കിടപ്പുണ്ട്. ഈ ഒരു റൈഡിന് അവസാനം ഒരൊറ്റ കറക്കമുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാവരും തെറിച്ച് വെള്ളത്തിൽ പോകും. മൂക്കിലും വായിലും എല്ലാം ഉപ്പുവെള്ളം കയറും. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. മിക്കവാറും ഈ പറക്കുന്ന പക്ഷികളെ നിങ്ങൾ സ്റ്റാറ്റസിൽ കണ്ടു കാണും. കയ്യിൽ എന്തെങ്കിലും ഫുഡൊക്കെ വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ ഇത് കയ്യിൽ വന്ന് ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന പല വീഡിയോയും ഞാൻ പലരും പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ടൊവിനോ ഒരു ഇതേപോലെ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ അവസാനം ഒരു കേവിലോട്ടാണ് നമ്മൾ എത്തിച്ചേരുന്നത്. പ്രകൃതിയാൽ തീർത്ത ഒരു മനോഹരമായ കേവ്. വെള്ളം ഇറക്ക സമയത്താണെങ്കിൽ അതിൻ്റെ അടുത്ത് വരെ പോകാൻ സാധിക്കും. UAE ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ എല്ലായിടത്തും പൂക്കളൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. ഈ കാണുന്ന മരങ്ങളുടെ ചോട്ടിലെല്ലാം നാച്ചുറലായിട്ടുള്ള പൂക്കളാണ്. എല്ലാം ഒരേ സമയത്ത് പൂക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞൊരു വീഡിയോ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.